ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ലേണിനോ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ് ആറ്റംസ് ആൻഡ് ന്യൂക്ലിയയുടെ ലാസ്റ്റ് MCQ സെഷനാണ്. അതിൻ്റെ അകത്ത് നമ്മൾ ഫ്യൂഷൻ ഫിഷിൻ്റെ തിയറി പാർട്ട് എടുത്തിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഷുഡ് ബി ദ പ്രൊഡക്റ്റ് ഓഫ് ദിസ് ഫ്യൂഷൻ റിയാക്ഷൻ? അപ്പോൾ ഫ്യൂഷൻ എന്താണെന്നറിയാൻ രണ്ട് ഇത് കൂടി ചേരുമ്പോഴാണ് അല്ലേ, കമ്പൈൻ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഒരു ഫിഷൻ റിയാക്ഷനാണ്. അപ്പോൾ ആ എക്സ് എന്ന് പറഞ്ഞ ഇത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ എക്സ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൊഡക്റ്റ് എന്തായിരിക്കും എന്നാണ്. അപ്പം നമുക്കറിയാം, നോക്കിക്കേ, ഇവിടെ കമ്പൈൻ ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ്? 1H2 ആൻഡ് 1H3 ആണ്. ഓക്കെ, അപ്പം നമുക്കറിയാം, ഇവിടെ നോക്കിക്കേ, ഒരു ന്യൂട്രോൺ ഇവിടെ 0N1 ഉണ്ട്. ബാക്കി ഇവിടെ എന്ത് വേണം? ഇവിടെ മൊത്തം 3+2 5 ആണ് അല്ലേ, മാസ് നമ്പർ. അപ്പോൾ ഇവിടെ ഒരു 1 ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും 4 ഇവിടെ ഉണ്ടായിരിക്കുന്നത്. 4 ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഹീലിയം 4 ആണ്. അപ്പോൾ ഈ ഫ്യൂഷൻ റിയാക്ഷനിൽ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഹീലിയം 4 ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എനർജി റിലീസ്ഡ് വെൻ 2 ന്യൂട്രിയോൺസ് ഫ്യൂസ് ടു ഫോം എ ഹീലിയം ന്യൂക്ലിയസ് 2He2. പിന്നെ നമുക്ക് ബൈൻഡിങ് എനർജി ഹൈഡ്രജൻ്റെയും ഹീലിയത്തിൻ്റെയും തന്നിരിക്കുന്നുണ്ട്. 1.1 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആൻഡ് 7 മെഗാ ഇലക്ട്രോൺ വോൾട്ട് റെസ്പെക്റ്റീവ്ലി. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിച്ചേക്കണം തന്നെ എനർജി റിലീസ്ഡ് വെൻ 2 ഡ്യൂട്ടീരിയോൺസ് ഫ്യൂസ് ടു ഫോം എ ഹീലിയം. അപ്പോൾ നമുക്കതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. 2 ഡ്യൂട്ടീരിയം കമ്പൈൻ ചെയ്ത് ഒരു ഹീലിയം ഉണ്ടായി. അപ്പോൾ നമുക്കറിയാം ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കിവിടെ തന്നിരിക്കുന്നത് എന്താണ്? ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ആണ്. അത് ശ്രദ്ധിക്കുക. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയൻ നമ്മുടെ തന്നിരിക്കുന്നത് പെർ ന്യൂക്ലിയൻ ആണ്. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയൻ ആണ്. അപ്പോൾ നമുക്ക് ബൈൻഡിങ് എനർജി കണ്ടുപിടിക്കാൻ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയൻ ഇൻറ്റു N ചെയ്താൽ മതിയല്ലോ. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ബൈൻഡിങ് എനർജി പെർ N ഇൻറ്റു N. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് ബൈൻഡിങ് എനർജി പെർ N എന്ന് പറഞ്ഞാൽ 1.1 ആണ്, ഇൻറ്റു 2 ചെയ്തു. ഓക്കെ, പിന്നെന്താണ് ഇവിടെ പറഞ്ഞേക്കണേ? അത് രണ്ടെണ്ണം കമ്പൈൻ ചെയ്തിട്ടാണ് ഹീലിയം ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2.2 ഇൻറ്റു 2 ആണ്. ഓക്കെ, ഡ്യൂട്ടീരിയോൺസിൻ്റെ 2.2 നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? 2.2 എന്നാണ്, ഇൻറ്റു 2 ഉണ്ടാവും. ഓക്കെ, കാരണം എന്താണ്? ഇവിടെ 2 ഉണ്ട്. 2 ഡ്യൂട്ടീരിയോൺസ് ആണ് കമ്പൈൻ ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ ഒരു ഡ്യൂട്ടീരിയോൺസിൻ്റെ കണ്ടുപിടിച്ചു, ദാറ്റ് ഈസ് 2.2. ഇനി അപ്പോൾ 2 ഇതിൻ്റെ കാണാൻ വേണ്ടി 2.2 ഇൻറ്റു 2 ചെയ്ത് നമ്മൾ 4.4 ചെയ്തു. ഓക്കെ, ബൈൻഡിങ് എനർജി ഓഫ് ഹീലിയം ന്യൂക്ലിയസ് ഈസ് എന്താണ്? ഹീലിയം ന്യൂക്ലിയസ് 7 ആണ്, മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ്. അപ്പോൾ ഹീലിയം ആകുമ്പോൾ അതിന് 4 ഉണ്ട് അല്ലേ? ഇവിടെ തന്നിരിക്കുന്നുണ്ടോ? 2He4 ആണ് ഇവിടെ തന്നിരിക്കുന്നത്. 2He4 ആണ്. ഓക്കെ, 2He4 ആണ്. അപ്പോൾ ഹീലിയത്തിൻ്റെ 4 ഇൻറ്റു 7 ആണ്. അപ്പോൾ 28 ആണ്. അപ്പോൾ ഒരു ഫ്യൂഷൻ റിയാക്ഷൻ നടക്കുമ്പോൾ എനർജി റിലീസ് ചെയ്യണം എന്തായിരിക്കും? നമുക്കറിയാം, ഒരു ഫ്യൂഷൻ നടക്കുമ്പോൾ ഒരു ഹെവി ന്യൂക്ലിയ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഹെവി ന്യൂക്ലിയ ബൈൻഡിങ് എനർജി ഓഫ് ഹെവി ന്യൂക്ലിയ മൈനസ് ബൈൻഡിങ് എനർജി ഓഫ് ലൈറ്റർ ന്യൂക്ലിയ ആണ് എനർജി റിലീസ്ഡ് ഇൻ ദ ഫ്യൂഷൻ. നമ്മൾ ആ ഇക്വേഷൻ നമുക്കറിയാം. എനർജി റിലീസ് ഇൻ ഫ്യൂഷൻ ഈസ് ഈക്വൽ ടു ബൈൻഡിങ് എനർജി ഓഫ് ഹെവി ന്യൂക്ലിയ മൈനസ് ബൈൻഡിങ് എനർജി ഓഫ് ലൈറ്റ് ന്യൂക്ലിയ. അപ്പോൾ നമുക്കിവിടെ ഹെവി ന്യൂക്ലിയ എന്താണ് കിട്ടിയത്? 28 കിട്ടി. ലൈറ്റർ ന്യൂക്ലിയ എന്താണ് കിട്ടിയത്? 4.4. അത് തമ്മിലുള്ള വ്യത്യാസം 28 മൈനസ് 4.4 ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മളെല്ലാം മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 23.6 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. അതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ നമ്മുടെ ഇവിടെ തന്നിരിക്കുന്ന ഇക്വേഷനിൽ നിന്ന് നമ്മൾ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ബൈൻഡിങ് എനർജി കണ്ടുപിടിക്കാൻ വേണ്ടി എന്താണ്? ഇൻറ്റു N ചെയ്തു. ഓക്കെ, ആ ഒരു ഇക്വേഷൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഹൈഡ്രജൻ ബോംബ് ഈസ് ദ എക്സാമ്പിൾ ഓഫ് നമ്മൾ പഠിച്ചു. ഹൈഡ്രജൻ ബോംബ് ന്യൂക്ലിയർ ഫ്യൂഷനും അറ്റോമിക് ബോംബ് ന്യൂക്ലിയർ ഫിഷനുമാണ്. സോ ഹൈഡ്രജൻ ബോംബ് ഈസ് ദ എക്സാമ്പിൾ ഓഫ് ന്യൂക്ലിയർ ഫ്യൂഷൻ. അതാണ് ആൻസർ, ഓപ്ഷൻ സി. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വെൻ ലെഡ് 207 ഈസ് ബോംബാർഡ് വിത്ത് ന്യൂട്രോൺ
ഇറ്റ് ക്യാൻ ചേഞ്ച് ടു. അപ്പോൾ എന്താണ് ന്യൂട്രോൺ എന്താണെന്ന് നമുക്കറിയാം, ഇത് 0n1 ആണ്. അപ്പോൾ 207 ഈ 1 കൂടെ കമ്പൈൻ ചെയ്ത് എന്ത് വരും? 208 വരും. അതെന്ന് പറഞ്ഞാൽ ലെഡാണ്. ഓക്കെ, ഇതിൻ്റെ അറ്റോമിക് നമ്പറിൽ എന്തെങ്കിലും ചേഞ്ച് വരുമോ? അറ്റോമിക് നമ്പറിലൊന്നും ചേഞ്ച് വരത്തില്ല. അതുകൊണ്ടാണ് ഇത് രണ്ടും അല്ലാത്തത് അല്ലേ. 82 തന്നെയായിരിക്കും അറ്റോമിക് നമ്പർ. ഓക്കെ, അപ്പം നമ്മുടെ ആൻസർ തന്നിരിക്കുന്ന ആൻസേഴ്സ് ഓപ്ഷൻ എ ലെഡ് 208, ബി ലെഡ് 206, സി ടെലൂറിയം 208 ബട്ട് ഇസഡ് ഈക്വൽ ടു 81 തന്നിട്ടുണ്ട്, ഡി മിസ്മത്ത് 208 ഇസഡ് ഈക്വൽ ടു 83. നമുക്കറിയാം ന്യൂട്രോണുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ അറ്റോമിക് നമ്പർ ചേഞ്ച് ഉണ്ടാവത്തില്ല, മാസ് നമ്പർ ചേഞ്ച് ചെയ്യും. 0n1 ആണ്, അപ്പോൾ 1 കൂടും. അതുകൊണ്ടാണ് നമ്മുടെ ആൻസർ ഈസ് ഓപ്ഷൻ എ. ഓക്കെ, ആൻസർ ഈസ് ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കംപ്ലീറ്റ് ദ ഫോളോയിങ് ന്യൂക്ലിയർ റിയാക്ഷൻ. 8O16 + 2He + 10 നിയോൺ 19. അപ്പോൾ നമ്മളിവിടെ നോക്കുക, ഇവിടെ നോക്കിക്കേ, ഈ LHSും 8 + 2 ആണ്, ഇവിടെ 10 ആണ്. അപ്പോൾ ഇസഡിൽ അറ്റോമിക് നമ്പറിൽ ഒരു ചേഞ്ചും ഉണ്ടായിട്ടില്ല. ഇവിടെ 16 + 4 20, ഇവിടെ 19 ആണ്. അപ്പോൾ എന്താണ് 0n1 വന്നാലാണ് ശരിയാവത്തുള്ളൂ അല്ലേ. ഒരു ന്യൂട്രോണും കൂടെ പ്രൊഡ്യൂസ് ചെയ്താലാണ് നമ്മുടെ ഇക്വേഷൻ ബാലൻസ് ആവത്തുള്ളൂ അല്ലേ, ഇക്വേഷൻ ബാലൻസ് ആവത്തുള്ളൂ. അപ്പോൾ നമ്മുടെ 8O + 2He4 ഈക്വൽ ടു ഒരു എന്താണ് കമ്പയർ ചെയ്യുന്നത്? 0n1 ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഫ്യൂഷൻ ഫിഷൻ എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഇന്ന് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഓൾ.